അച്ഛങ്ങന്മാർ എന്ത് കഥ? എല്ലാവർക്കും സുഖല്ലേ? സുഖത്തിലുണ്ടാവും. കാണുന്നില്ലേ? നടക്കുന്നൊന്നും കാണുന്നില്ലേ? ആര് ചോദിക്കല? എന്റെ ചോദിക്കാത്തെന്തേ? സംസാരിക്കാത്തെന്തേ? ഒരു പെണ്ണ് വീടിട്ടിട്ടാകുമ്പോ ആരും ചോദിക്കല. ഷെയറാക്ക്. എന്തേ? ഒരു പെണ്ണിട്ട് ഒരു മജാലിട്ടുന്ന വീഡിയോ നോക്ക, ഷെയറാക്ക, ഓന്റെ ജീവിതം പോയിപ്പിക്ക. സത്യറിഞ്ഞീന നിങ്ങൾക്ക് സത്യറിയാണ്ട് നിങ്ങൾ ഷെയർ ആക്കിയിട്ട് പല ആൾക്കാരെ ജീവിതം നശിപ്പിക്കുന്നില്ലേ? ഒരാൾ മാത്രം വിചാരിച്ചാൽ നശിപ്പിക്കാൻ പറ്റോ? ഇല്ല, പല ആൾക്കാരും ഷെയർ ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഞങ്ങളെ പോലത്തെ ആണുങ്ങോ എന്തെങ്കിലും മുണ്ടാതെ നിൽക്കുമ്പോ കേറിട്ട് വന്നിട്ട് വീഡിയോ എടുത്തിട്ടായിട്ട് പെണ്ണിട്ടോണ്ട് അങ്ങനായി. നേരെ മറിച്ച് തിരിച്ച് പെണ്ണ് എന്നെ തോണ്ടിക്കൊണ്ടുണ്ട്, പെണ്ണിങ്ങനെ തോണ്ടിക്കൊണ്ടിട്ട് ഞാൻ വീഡിയോ ഇട്ട് ആരെങ്കിലും ഷെയർ ആക്കോ? കാരണം പെണ്ണ് തോണ്ടല. കാമം പെണ്ണുങ്ങൾക്ക് മാത്രല്ല, കാമം ആണുങ്ങൾക്ക് മാത്രല്ല, രണ്ടാൾക്കുണ്ട് കാമോ. എന്താ പെണ്ണിനെ മാത്രം എന്താ പറയാത്ത? അതിൽ ആണുങ്ങൾ മാത്രം എന്താ പറയുന്നേ? ഒരു തെറ്റ് ചെയ്യാതെ ദീപക് എന്ന വ്യക്തിയെ നിങ്ങൾ കൊന്നിട്ടുണ്ടെങ്കിൽ ആരും ചോദ്യം ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കണം. നോക്ക്, ഈ കണ്ണീരിനെല്ലാം നിങ്ങൾ എന്ത് ബേജാറ് പറയും? എന്ത് സൊല്യൂഷൻ പറയും? നിങ്ങൾ ഈ വീഡിയോ എല്ലാം ഷെയർ ആക്കിട്ടേ, എന്നിട്ട് എന്ത് പറയാ, നിയമത്തിന് മുമ്പിൽ അവളെ കൊണ്ടുവാ, ആ വ്യക്തിയെ കൊണ്ടുവാ, എന്നിട്ട് ശിക്ഷ കൊടുക്ക്. ഈ വീഡിയോ ഷെയർ ആക്ക്. നിങ്ങൾ അത്ര ഇതെല്ലാം ആയിട്ട് ആ വ്യക്തിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ആക്കിയിട്ട് കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ആക്കണോ? എന്നിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ശിക്ഷ കൊടുക്ക്. എന്ത് തെറ്റ് ചെയ്തിന? ഒരു ആംഗിളിന് ഈ ആംഗിളിന് വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ട് എഡിറ്റ് ആക്കിട്ട് ഇട്ട ശേഷം ഓക്കെ എന്നാ മുണ്ടിക്കൂടെ? ഇനി മുണ്ടിട്ട് കാര്യമില്ല. പോണ്ടോറ് പോയി. ആര് മുണ്ടിട്ട് എന്ത് കാര്യം? ആര് സംസാരിച്ചിട്ട് എന്ത് കാര്യം? വീഡിയോ ഇടാ, എല്ലാവർക്കും പ്രതികരിച്ചിട്ട് വീഡിയോ ഇടാ, പക്ഷെ സംസാരിച്ച കാര്യമില്ല. നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടല. അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഒരു വീഡിയോ കിട്ടുമ്പോ നിങ്ങൾ ഷെയർ ആക്കുന്നില്ലേ? ബാണ്ടാത്ത വീഡിയോ ഇട്ടിപ്പോ ഷെയർ ആക്കുന്നില്ലേ? ഒരാൾ നഗ്നത കണ്ടിട്ടല്ലേ ഷെയർ ആക്കുന്നേ? പല ആൾക്കാരും എന്തിന് ഷെയർ ആക്കുന്നേ? അങ്ങനത്തെ കാര്യം ഷെയർ ആക്കുന്നത് നല്ല കാര്യമുണ്ടല്ലോ. ഇവിടെ സമൂഹത്തിൽ എന്തെല്ലാം നല്ല കാര്യം, എന്ത് ഷെയർ ആക്കാതെ? സമയമില്ല, അതിന് സമയമില്ലായിരിക്കും. ബേജാറ് കൊണ്ട് ഞാൻ ഒരാണെന്നെ, നാളെ എനിക്കും അത് സംഭവിക്കും, നിങ്ങൾക്കും അത് സംഭവിക്കും. സ്വന്തം സംഭവിക്കുമ്പോ ആ ബേജാറ് മനസ്സിലാവുള്ളൂ. അത് ആർക്കായും മനസ്സിലാവുള്ളൂ. ഇത് ഷെയർ ആക്ക്. ദീപകേട്ടാ സോറി. നമ്മ അങ്ങനത്തെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഇനി എന്തെല്ലാം വരാൻ പോകുന്നത് അറിയത്തില്ല ദീപകേട്ടാ. എനിവേ, സോറി.